എനിക്ക് എപ്പോഴും ഫുഡ് കഴിക്കുമ്പം കാണാൻ ഇഷ്ടമുള്ള കുറച്ച് സിനിമകളുണ്ട്. ഒട്ടുമിക്ക 90s കിഡ്സിന് എല്ലാവർക്കും ആ സിനിമകൾ ഇഷ്ടമായിരിക്കും. ഒന്നാമത്തേത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, പിന്നെ സന്ദേശം, പിന്നെ പാവം പാവം രാജകുമാരൻ, പിന്നെ വധു ഡോക്ടറാണ്, പിന്നെ മിഥുനം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അങ്ങനെ ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ പോകും. അങ്ങനത്തെ കുറേ പടങ്ങളുണ്ട്, എപ്പോഴും കാണും. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, എന്ത് നല്ല സിനിമയല്ല ഇതൊക്കെ. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതിൽ ഞാൻ ലാസ്റ്റ് കാണുന്നത് കളങ്കാവല. അതിനു മുമ്പ് ഞാൻ കണ്ടത് ആടുജീവിതം. ഞാനങ്ങനെ ഭയങ്കര കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സെലക്റ്റഡ് ആയിട്ട് മാത്രമേ കാണത്തുള്ളൂ. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, അതൊക്കെ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണും. ബാഹുബലി. ഇവിടെ ഇപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഇല്ല. നാട്ടിലൊക്കെ നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പം ഇപ്പോൾ ഈ നിവിൻ പോളിയുടെ പടം ഇറങ്ങിയപ്പം സർവമായ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ 2-3 ദിവസം തിയേറ്ററിലേ ഉള്ളായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ നാമ്പടത്തെ വീട്ടിൽ താമസിക്കുമ്പോഴത്തേനും അവിടെ പള്ളിപ്പുറത്തുകാവ് എന്ന് പറഞ്ഞ അമ്പലത്തിൽ ഉത്സവം നടക്കും. ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുമ്പോടം എന്ന് പറയും. ഈ കുമ്പോടത്തിൻ്റെ സമയത്തായിരിക്കും എപ്പോഴും ഞങ്ങൾ സിനിമയ്ക്ക് പോകും. ഈ കുമ്പോടം നടക്കുമ്പോഴത്തേനും അതുവഴി നടന്ന് നേരെ അമ്മ ഞങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് നേരെ നടന്ന് അഭിലാഷ് ആ തിയേറ്ററിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് കയറും. അപ്പോൾ എല്ലാ പ്രശ്നം കാണുന്ന രാജമാണിക്യം, പിന്നെ മാജിക് ലാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു പടം, ആ പടം എല്ലാം ഞങ്ങൾ ഈ കുമ്പോടത്തിന് പോകുമ്പോൾ കാണുന്ന സിനിമകളാണ്. ചില സമയത്ത് നല്ല സൂപ്പർ ഹിറ്റ് പടങ്ങൾ ഇറങ്ങും. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്രേസാണ് എല്ലാവർക്കും. കാര്യം എല്ലാ വീടുകളിലൊന്നും TV ഇല്ല, എല്ലാവരുടെയും കയ്യിൽ ആൻഡ്രോയിഡ് ഫോണൊന്നുമില്ല, ഫോണില്ല, നോക്കിയയുടെ കുഞ്ഞു ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമ കാണാൻ പോകുന്നു, അത് ഭയങ്കര. അപ്പം ഈ സിനിമ കണ്ട് കഴിയുന്നതോടുകൂടി ഞാൻ അതിനകത്ത് ഏതിലൊരു പാട്ട് ഞാൻ പഠിക്കും. ഒരു ഭയങ്കര ഒരു ക്രേസാണ് സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന ടിക്കറ്റിൽ ഏതാണോ അന്നേരം, കാര്യം നമ്മൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്, അപ്പോൾ ഓട്ടോ കൂലിയും കൊടുത്ത് പോകും. നമ്മളത് നഷ്ടമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഏതെങ്കിലും ഒരു പടം കയറി കാണും. അങ്ങനെ കണ്ടൊരു പടമാണ് ജോധ അക്ബർ എന്ന് പറഞ്ഞൊരു ഹിന്ദി പടം. ഇത് വേറെ ഏതോ ഒരു മോഹൻലാലിൻ്റെ പടത്തിന് പോയതാണ്, പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ഈ ജോധ അക്ബർ കാണാൻ വേണ്ടി കയറി. ഒരക്ഷരം മനസ്സിലാകുന്നില്ല, കോമഡി രംഗങ്ങൾ വരുന്നു, എല്ലാവരും ചിരിക്കുന്നു.